ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മൾ എത്ര നാളായില്ലേ ഇങ്ങനെ ഒന്നിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട്. കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ മറക്കാൻ ശ്രമിക്കാം. നമ്മുടെ ഓർമ്മയിൽ പോലും കടന്നു വരാത്ത രീതിയിൽ നമുക്കതിനെ എല്ലാം അകറ്റി നിർത്താം. എന്നിട്ട് നമുക്കൊന്ന് ജീവിച്ചു തുടങ്ങണം. രോഹിത്, എനിക്കിതെപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. ഇതൊരു പുതിയ ജീവിതത്തിന്റെ തുടക്കമാണെന്ന് നമുക്ക് നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞു പഠിപ്പിക്കാൻ ശ്രമിക്കാം. ഇല്ലെങ്കിൽ പിന്നെ വീണ്ടും നമ്മൾ ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോയാലോ? ഇല്ല, ഇനി എന്റെ രോഹിത്തിന് അങ്ങനെ മാറാൻ കഴിയില്ല. കാരണം ഇപ്പൊ രോഹിത്തിന്റെ ഉള്ളിൽ എന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന നല്ലൊരു മനുഷ്യനുണ്ട്. നമുക്ക് അച്ഛനെ അമ്മയൊന്ന് പോയി കാണണം. ഞാൻ മൂലം ഉണ്ടായ നഷ്ടങ്ങൾക്കും മാനനഷ്ടങ്ങൾക്കും ഒക്കെ ആ കാലിൽ വീണ് മാപ്പ് ചോദിക്കണം. രോഹിത് ഒന്ന് അച്ഛന്റെ അമ്മയുടെ മുന്നിൽ ചെന്ന് നിന്നാ മതി. എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അവരതൊക്കെ മറക്കും. കാരണം രോഹിത്തിനെ അവർക്ക് മനസ്സുകൊണ്ട് അത്രയ്ക്ക് ഇഷ്ടമാണ്. ചായ കുടിക്കെന്തായാലും. ഭാര്യയും ഭർത്താവും കൂടി വീണ്ടും ഒരു ഹണിമൂണിന്റെ കാര്യം ചർച്ച ചെയ്യാൻ തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ കാറ്റ് ദിശ മാറി വീശാൻ തുടങ്ങി. ഈ ദിശമാറ്റം നമുക്കല്പം അപകടമാണ്. അയ്യോ, ഞങ്ങള് വന്നത് രണ്ടുപേർക്കും ബുദ്ധിമുട്ടൊന്നും ആയില്ലല്ലോ അല്ലേ? എന്ത് ബുദ്ധിമുട്ട്? ഇത് നിങ്ങൾക്ക് കൂടി കയറി വരാൻ അവകാശമുള്ള വീടല്ലേ? നിങ്ങൾക്കും കൂടിയല്ല, ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ട വീടാ. ഞങ്ങൾക്ക് മാത്രം സ്വന്തമായ വീട്. മോനെ രോഹിത്തെ, എന്താ നിന്റെ ഉദ്ദേശം? എന്താണ് പ്ലാൻ? അതെനിക്കറിയണം. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അത്ര പെട്ടെന്ന് ഈ വീട് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അത്രമേൽ അറ്റാച്ച്മെന്റ് എനിക്ക് ഈ വീടുമായിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പറയാൻ നിനക്ക് എങ്ങനെ തോന്നടാ? നിനക്കറിയാവുന്നതല്ലേ, നിനക്ക് യാതൊരു അവകാശവും ഇല്ലാത്ത പ്രോപ്പർട്ടി ആയത്. എനിക്ക് ജീവിക്കണം, മറ്റുള്ളവരെ പോലെ നന്നായിട്ട് ജീവിക്കണം. ജീവിച്ചോ? നീ നന്നായിട്ട് തന്നെ ജീവിച്ചോ? പക്ഷേ അത് എന്റെ മുതൽ കണ്ടിട്ടാവരുത്. ഒന്നുകിൽ നീ എനിക്കിത് തിരിച്ചെഴുതി തരണം, ഇല്ലെങ്കിൽ എനിക്ക് എന്റെ പണം കിട്ടണം. എനിക്കിപ്പോ ഇവിടെ ഇറങ്ങാൻ സാധിക്കില്ല. എനിക്ക് പോകാൻ മറ്റൊരു സ്ഥലവും ഇല്ല. അപ്പൊ പിന്നെ ഞങ്ങള് ഞങ്ങളുടെ വഴി നോക്കും. നോക്കാതെ വേറെ വഴിയില്ല. നീയാ വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് കേട്ടിട്ടില്ലേ? അതിവിടെ ഇപ്പോ നീ വിളിച്ചു വരുത്തിയിരിക്കുക. അതായത് നിന്റെ അന്തകനായി നീ നിന്നെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. നിന്നെ തന്നെ മാത്രം.